നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യൂറോ കപ്പിന് ആതിഥേയത്വം വഹിക്കാൻ ഒരുക്കുന്ന ജർമ്മനി അതിനുള്ള തങ്ങളുടെ ഒരുക്കങ്ങൾ ഗംഭീരമാക്കുകയാണ്. ഇപ്പോഴിതാ ഫ്രാൻസിനെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് അവർ പരാജയപ്പെടുത്തിയിരിക്കുന്നു. ജർമ്മനിക്ക് വേണ്ടി ഫ്ലോറിൻ വെർട്സും കായ് ഹവേർട്സുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. മത്സരത്തിൽ ഫ്രാൻസിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് അവരുടെ സൂപ്പർ താരങ്ങളൊക്കെ ഇറങ്ങിയിരുന്നു. തുഴാമും കിലിൻ എംബാപ്പയും ഒസ്മാൻ ഡെംബലയും ചേർന്നുകൊണ്ടാണ് അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. മറുഭാഗത്ത് ഹാവേർട്സിനെ മുന്നിൽ നിർത്തി ഒപ്പം ജമാൽ മുസിയാല, ഇൽക്കൈ ഗുണ്ടോഗൻ, വേർട്സ് എന്നിവരെയൊക്കെ അണിനിരത്തിക്കൊണ്ടാണ് ജർമ്മനിയും കളിച്ചത്. ജർമ്മൻ ടീമിൽ ശ്രദ്ധേയമായിട്ടുള്ളൊരു സാന്നിധ്യം ഉണ്ടായിരുന്നു. അത് ടോണി ക്രൂസിൻ്റേതാണ്. 3 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് അദ്ദേഹം ജർമ്മൻ ദേശീയ ടീമിന് വേണ്ടി കളിക്കാനിറങ്ങിയെന്ന് മാത്രമല്ല 7ാമത്തെ സെക്കൻഡിൽ തന്നെ അദ്ദേഹം തിരിച്ചുവരവിലെ തൻ്റെ ആദ്യ അസിസ്റ്റും സ്വന്തമാക്കി. അദ്ദേഹത്തിൻ്റെ അസിസ്റ്റിൽ നിന്നാണ് ഫ്ലോറിൻ വെർട്സ് തുടക്കത്തിൽ തന്നെ ജർമ്മനിയെ മുന്നിലെത്തിച്ചത്. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു. 2ാം പകുതിയിൽ 49ാമത്തെ മിനിറ്റിൽ കായ് ഹവേർട്സ് കൂടി ഗോളടിച്ചതോടെ ഏകപക്ഷീയമായ 2 ഗോളുകളുടെ വിജയം അവർ ഉറപ്പാക്കുകയായിരുന്നു. എന്തായാലും ജർമ്മനി തിരിച്ചുവരവിൻ്റെ പാതയിലാണ് എന്ന് വ്യക്തമാക്കിയൊരു മത്സരമാണ് കടന്നുപോയിരിക്കുന്നത്. അവരുടെ അടുത്ത മത്സരം നെതർലൻഡ്സിനെതിരെയാണ്. മാർച്ച് 27 പുലർച്ചെ ഇന്ത്യൻ സമയം 1:15 ജർമ്മനി വേഴ്സസ് നെതർലൻഡ്സ് മത്സരം നടക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.